അഴിമതിക്കെതിരെ ഒരു സമരമായിട്ട് ഇറങ്ങിയതാണ്. അഴിമതിക്കെതിരെയുള്ള സമരം, ഇന്നത്തെ കാലത്ത് അഴിമതിക്കെതിരെയുള്ള സമരം പ്രത്യേകിച്ചും ഏത് രീതിക്കുള്ള ഒരു സമരവും പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ വിജയിക്കും എന്നുള്ളതാണ്. ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഴിമതി ഇനി വച്ച് മാറ്റാനോ അല്ലെങ്കിൽ തീർക്കാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ ജനപ്രതിനിധികളിൽ നിന്നുള്ള അഴിമതി തന്നെയാണ് മുഖ്യപ്രധാനം. നമ്മുടെ വിൻസൻ പോള് വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത്, ഡയറക്ടറായിരുന്ന സമയത്ത്, അതിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു, ഒരു ചടങ്ങിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരു ജനപ്രതിനിധി അഴിമതി കാണിച്ചാൽ, ആ അഴിമതി വിജിലൻസിൽ കേസായാൽ അതൊരു 25 കൊല്ലമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത് ആ കേസ് തീർന്നു കിട്ടാൻ. അതായത് ഈ അഴിമതി നടത്തിയ ജനപ്രതിനിധി 25 കൊല്ലത്തിനകം വെച്ച് മരണപ്പെട്ടാൽ ആ കേസും അതോടുകൂടി തീരും. അപ്പോൾ അവരാ അഴിമതി നടത്തി ഉണ്ടാക്കിയ പണം സർക്കാരിലേക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, അവരുടെ തലമുറകളെ ഉപയോഗിച്ച് പോവുകയാണ്. ഈ രീതിക്ക് അഴിമതി വേലി തന്നെ വിളവ് തിന്നുന്ന ഈ രാജ്യത്ത് നമുക്ക് അഴിമതി ഇനി വച്ച് തീർക്കാമെന്ന് ഉള്ളൊരു മോഹം വെറും വ്യാമോഹം മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അഴിമതി കേസ് രജിസ്റ്റർ ആയാലാണ് 25 കൊല്ലം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ കേസ് എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. മാറി മാറി വരുന്ന ഭരണകർത്താക്കളുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ തന്നെ ഒരു അഴിമതിയെക്കുറിച്ച് എങ്ങനെയാണ് അവർ തന്നെ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ അവർ നിയന്ത്രിക്കുന്ന നിയമ സംവിധാനം കേസെടുക്കുക, അല്ലെങ്കിൽ ആ കേസിലൊരു നീതിപൂർവം ഒരു പരിസമാപ്തി ഉണ്ടാവുക? ഒരിക്കലുമില്ല. ഇന്നിപ്പോൾ കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അവരുടെ ഭരണകൂടങ്ങൾ നടത്തുന്ന അഴിമതികൾ മറയ്ക്കപ്പെടുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി മാത്രം എതിരാളികളുടെ അഴിമതികളെ തുറന്നു കാട്ടാനുള്ള ശ്രമവും നടക്കുന്നു. ഇതെല്ലാം പ്രഹസനമാണ്. ഇതിനൊന്നൊരു പൂർണ്ണമായ ഒരു പരിസമാപ്തി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവത്തുമില്ല. അഴിമതി സമസ്ത മേഖലയിലും ക്യാൻസർ പോലെ പടരുകയാണ്, അടിത്തട്ട് മുതൽ മുകളിത്തട്ട് വരെ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിഹാരം ഇല്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ക്യാൻസറിനൊക്കെ മരുന്ന് കണ്ടുപിടിച്ച് വരികയല്ലേ. നമ്മൾ ജനങ്ങളെ ഒത്തൊരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഈ അഴിമതിക്കെതിരെ നമുക്ക് കണ്ടെത്താൻ പറ്റിയല്ലേ. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള ഈ നാട്ടിൽ എങ്ങനെയാണ് ജനങ്ങൾ ഒന്നിക്കുക എന്നുള്ളത് ആദ്യം പറയുക. ഇവിടെ ഒരുമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം സാധിക്കുമായിരുന്നു. എങ്ങനെ ഒരുമയുണ്ടാവും? എനിക്കൊരു ഐഡിയോളജി ഉണ്ട്. നമ്മൾ ഒരു പഞ്ചായത്തിൽ നമ്മൾ ഏറ്റവും തുടങ്ങുന്ന LSTD തൊട്ടാണ്, അല്ലേ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശീയരായ ജനങ്ങളുടെ സർക്കാർ. നമ്മളൊരു വാർഡ് തൊട്ടാണ് തുടങ്ങുന്നത്. നമ്മളുടെ ഒരു രാഷ്ട്ര സേവനമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും വികസനമാണെങ്കിലും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിങ്ങളുടെ ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന ആ നാമകരണം പോലെ തന്നെ ഒരു കുറഞ്ഞത് 5-10 ചെറുപ്പക്കാർ ജാതിഭേദ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഴിമതിക്കെതിരെ ഒരു 10 യുവാക്കൾ ഒരു വാർഡിൽ സംഘടിക്കുകയും അവരുടെ വാർഡിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ അഴിമതിയില്ലാന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഓരോ വാർഡിലും ചെയ്യുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് രക്ഷപ്പെടും. ഒരു വാർഡ് രക്ഷപ്പെട്ടാൽ ഒരു പഞ്ചായത്ത് രക്ഷപ്പെടും. ഒരു പഞ്ചായത്ത് രക്ഷപ്പെട്ടാൽ ആ പഞ്ചായത്തിലുള്ള ജനങ്ങൾ രക്ഷപ്പെടും അഴിമതിയിൽ നിന്ന്. ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. നടക്കാൻ ശ്രമിക്കാനെങ്കിലും നോക്കുന്നത് അങ്ങനെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 10 പേരെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. 10 പേര് ഒരുമിച്ച് സംഘടിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഈ അഴിമതിക്കെതിരെ ആയിരിക്കണം അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയും ഒന്നായിരിക്കും. അങ്ങനെ കിട്ടുമോ നമുക്ക്? അങ്ങനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇപ്പോഴേ പിള്ളേരെ ഉണ്ടാകുമ്പോൾ തൊട്ടേ നമ്മൾ പഠിപ്പിക്കുന്നത് നീ ഒന്നാമത് ഫസ്റ്റ് റാങ്ക് മേടിക്കണം, അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശമ്പളം മേടിക്കണം, ഗൾഫിൽ പോകണം എന്നല്ലാതെ നമ്മുടെ നാട് നന്നാക്കണമെന്നോ സത്യത്തിന് വേണ്ടി നിൽക്കണമെന്നോ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നില്ലല്ലോ. വിദ്യാലയങ്ങളിൽ തൊട്ട് തന്നെ നല്ല പൊളിറ്റിക്സ് കുട്ടികളെ പഠിപ്പിക്കണം. രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സ്. അത് രാഷ്ട്രീയ പ്രേരിതമാകാൻ പാടില്ല. രാഷ്ട്രത്തിന്റെ ഉന്നമനം ആയിരിക്കണം ലക്ഷ്യം. രാഷ്ട്രീയമല്ല, രാഷ്ട്ര നന്മയാണ് ലക്ഷ്യമെന്ന് വരും തലമുറകളെ പഠിപ്പിക്കണം. ഇനി വരും തലമുറകളിലെങ്കിലും ഈ അഴിമതി എന്നൊരു ക്യാൻസർ എന്ന് തന്നെ പറയാം, അതിന് അർബുദമെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നമുക്ക് എവിടെയൊക്കെ വ്യാപിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് അതിനൊരു പരിഹാര മാർഗവുമില്ല. അതുകൊണ്ട് കുട്ടികളിൽ തൊട്ട് അഴിമതി വിമുക്ത ചിന്താഗതി വളർത്തിയെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക്സ്. ഞാൻ ഈ കേരളം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആരെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്, ഇത് അപ്രായോഗികമാണെന്ന്. പിന്നെ നിങ്ങൾ ഏകാംഗമായി ഇതിനു വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ മനസ്സ്, ഇത് കണക്ക് 100 കണക്കിന് പേർക്ക് മനസ്സുണ്ടാവും, ആർക്കും സമയമില്ല. ഇന്നത്തെ കാലത്ത് അതും കൂടെയാണ് പ്രശ്നം. ഓരോരുത്തർക്കും ഓരോരുത്തരായ വിഷയങ്ങളായിട്ട് പോകുന്നത് കൊണ്ട് ആർക്കും ഒന്നിനും സമയമില്ല. ഒന്ന് പ്രതികരിക്കാൻ പോലും സമയമില്ലാത്തവരുണ്ട്. അത്രയ്ക്ക് ഫാസ്റ്റാണ് ഇന്നത്തെ ലൈഫ്.
അതുകൊണ്ട് കൂടി എല്ലാവരുടെയും മനസ്സിലുണ്ട്, ആരും പ്രതികരിക്കുന്നില്ല. അതാണ് കേരളം പ്രബുദ്ധരുടെ നാടാണെന്ന് പറയും. പക്ഷെ നമ്മളിവിടെ അഴിമതിയെ വളർത്തുന്ന ഒരു നഴ്സറി കൂടിയാണ് കേരളം. ഞാൻ കണ്ടിടത്തോളം ഈ യുവജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ രാഷ്ട്രീയം. ഇപ്പം ഞാൻ സംസാരിക്കുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യത്തില്ല എന്നാ പറയുന്നത്. അവർക്ക് മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ പോലും ഇന്നത്തെ കുട്ടികൾക്ക് പേടിയാണ്. അപ്പോൾ എന്തിലും ഒരു പേടിച്ച് ഒളിച്ച് രാജ്യത്ത് തന്നെ ഒന്ന് ഒളിച്ചോടി. നമ്മുടെ നിലപാടുകൾ എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞു തന്നെ പോവുക. അവിടെ ഭയം, അതിന്റെ പേരിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ മൗലികാവകാശം. അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ പോവുക. അതുകൊണ്ടാണ് താങ്കൾ ചോദിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചത്. ഓക്കെ, താങ്ക് യു ചേട്ടാ.